Hello, welcome to anooptube. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് C++ലുള്ള റഫറൻസസ്. അതായത് C++ൽ പഠിക്കാനുള്ള റെഫറൻസ് അല്ല നമ്മൾ നോക്കുന്നത്. C++ൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, റെഫറൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആ റെഫറൻസ് എന്താണെന്നും ആ റെഫറൻസസ് നമുക്ക് എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, റെഫറൻസസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് എത്ര ടൈപ്പ് റെഫറൻസസ് ഉണ്ട്, ആ റെഫറൻസസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് റെഫറൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ C++ൽ നമ്മൾ ഒരു ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സസ് എഴുതാറുണ്ട്, കുറേ സംഭവങ്ങൾ നമ്മൾ എഴുതാറുണ്ടല്ലോ അല്ലേ. ഒരു ഫംഗ്ഷൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഒന്ന് പോയിൻ്ററായിട്ട് നമുക്ക് പാസ് ചെയ്യാം, രണ്ടാമത്തെ എന്താ പറയുക പാസ് ബൈ വാല്യൂ പറഞ്ഞിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പാണ് നമുക്ക് C++ലുള്ളത്, പാസ് ബൈ റെഫറൻസ്. ഓക്കെ, അപ്പോൾ പാസ് ബൈ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ പോയിൻ്ററായിട്ട് പാസ് ചെയ്യുമ്പോഴുള്ള സെയിം പ്രോബ്ലം തന്നെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ വാല്യൂവിനും മാറ്റം സംഭവിക്കും. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റെഫറൻസ്. ഇനി അങ്ങനെ സംഭവിക്കേണ്ട, എന്താ പറയുക, നമ്മുടെ ഒറിജിനൽ വാല്യൂവിനൊന്നും സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ടൈപ്പ് ഓഫ് റെഫറൻസ് യൂസ് ചെയ്യാം. അതാണ് കോൺസ്റ്റ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് നമ്മുടെ റെഫറൻസ്. അപ്പോൾ നമുക്കിതൊരു സിമ്പിൾ എക്സാമ്പിളോടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോകാം കേട്ടോ. ഓക്കെ, അതിനകത്തോട്ട് ഞാനൊരു വേരിയബിൾ പാസ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റിജർ ആയിട്ടൊരു വേരിയബിളാണ് ഞാൻ പാസ് ചെയ്യുന്നത് കേട്ടോ. ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഈക്വൽ ടു വാല്യൂ പ്ലസ് 10, അതായത് എത്രയാണോ വാല്യൂ കൊടുത്ത് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ഒരു 10 കൂട്ടിയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എത്രയാണ് ഈ ഫംഗ്ഷൻ നമുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബേസിക്കലി ഇൻറ്റ് വാല്യൂ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ചേഞ്ച് വാല്യൂ ഓഫ് വാൽ. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ G++ reference .cpp and /a.out. അപ്പോൾ ഞാനത് വിളിച്ച 100. അപ്പോൾ ഞാനിതിന് റൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനീഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വാല്യൂ 100 ആയിട്ടാണ് സെറ്റ് ചെയ്ത് അതിന് ചേഞ്ച് വാല്യൂ എന്ന് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സിംപിളി എന്ത് ചെയ്യും, ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ചേഞ്ച് വാല്യൂയിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ബേസിക്കലി ഒരു കോപ്പിയിങ് ആണ് നടക്കുന്നത്. അതായത് ഒറിജിനൽ വാല്യൂവിന് ഒരു കാര്യം നമ്മളവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാസ് ബൈ റെഫറൻസ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ പാസ് ബൈ റെഫറൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേരിയബിളിൻ്റെ ടൈപ്പ് എഴുതും, വേരിയബിൾ നെയിം എഴുതും. ഇതാണ് നമ്മൾ നോർമലായി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈപ്പ് എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ആംപർസെൻ്റ് ഇടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വേരിയബിളിൻ്റെ നെയിം എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാസ് ബൈ റെഫറൻസ് ആണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്, റെഫറൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആംപർസെൻ്റ് യൂസ് ചെയ്യും, ആൻഡ് സിമ്പിൾ യൂസ് ചെയ്യും. ഓക്കെ, ഈ ആൻഡിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ മെമ്മറി അഡ്രസ്. ഓക്കെ, നമുക്ക് ബേസിക്കലി അറിയുന്നതായിരിക്കും, അതിൻ്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും, അഡ്രസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു അഡ്രസ്സായിരുന്നു പാസ് ചെയ്യുന്നത്, അതായത് മെമ്മറി അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് റെഫറൻസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആംപർസെൻ്റ് ഇട്ടിട്ട് ഞാനിതിനെ റൺ ചെയ്യാണ് വിചാരിക്കുക. അപ്പോൾ 110 എന്നായിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഇവിടെ എന്തായിട്ടുണ്ട്, 110 എന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ബേസിക്കലി. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സംഭവം നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ സംഭവിക്കുന്നത് എന്ത് ചെയ്തു വെച്ചാൽ ഒരു വാല്യൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ഒരു വാല്യൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, 100 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മെമ്മറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ മെമ്മറിയിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇതാണ് നമ്മുടെ അഡ്രസ്സ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചു. ഇവിടെ 100 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് വെച്ചാൽ ചേഞ്ച് വാല്യൂ ഓഫ് വാൽ എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ടായിരിക്കും ഇതിനങ്ങോട്ട് പാസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ കോപ്പി ഉണ്ടാക്കിയിട്ട് ഇതായിരിക്കും ഇവിടെ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ
ഇതായിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒറിജിനലായിട്ട് എവിടെയാണ് ഈ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഒറിജിനലായിട്ട് സാധനം ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു കോപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ പാസ് ബൈ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോപ്പി എടുത്തിട്ടായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, 100 ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഈ 100ൻ്റെ ഒപ്പം എന്ത് ചെയ്യും, +10 ചെയ്തിട്ട് 110 ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. അതിനുശേഷം ഈ ഫംഗ്ഷൻ എക്സിറ്റ് ആവും. ഫംഗ്ഷൻ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഈ വാല്യൂൻ്റെ വാല്യൂ എന്താണ്, 100 തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, 100 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 തന്നെ കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ ഞാനിവിടെ ആംപ്രസൻറ്റ് ഓഫ് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെമ്മറി ഉണ്ടായിരിക്കും, അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 100 എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, 100 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇവിടെ ആയിരിക്കും 100 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിവിടെ ചേഞ്ച് വാല്യൂ ഓഫ് വാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് ടൈപ്പിൽ എടുത്തിരിക്കുന്നത്, പാസ് ബൈ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്തായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനൊരു അഡ്രസ്സ് ഇവിടെ ഉണ്ടല്ലേ, അപ്പോൾ ഈ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അഡ്രസ്സ് വിചാരിക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് ഇവിടെ എത്തും. അപ്പോൾ ഈ അഡ്രസ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമലി ഈ അഡ്രസ്സിലോട്ടായിരിക്കും ഇവിടുന്ന് ഈ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അഡ്രസ്സിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വാല്യൂ = വാല്യൂ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ഇവിടുത്തെ അഡ്രസ്സിൽ എന്താണോ വാല്യൂ ഉള്ളത് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, 10 കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 110 ആയിട്ട് മാറും. ഓക്കെ, അതിനുശേഷം ഈ ഫംഗ്ഷൻ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ മെയിനിലോട്ട് എത്തും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കും. ഈ വാല്യൂ ഓൾറെഡി എന്താണ് ഇപ്പോൾ ആയിട്ടുണ്ട്, 110 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, 110 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്കിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ബേസിക്കലി പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസും തമ്മിൽ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെഫറൻസ് എന്താണെന്ന് മനസ്സിലായി. റെഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്താണ്, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷന് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കുന്നതിന് പറയണ ബേസിക്കലായിട്ട് പറയുന്ന പേരാണെന്ത്, റെഫറൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിരിക്കണം നമ്മൾ ഉറപ്പിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ആവാത്തൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിമ്പിളി ഈ ഇൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ 100 എന്ന് പാസ് ചെയ്ത് വിചാരിക്കുക. 100 എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. ഇത് വർക്കാവാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എറർ കിട്ടും. എന്താണ്, കനോട്ട് ബൈൻഡ് നോൺ കോൺസ്റ്റ് എൽ വാല്യൂ റെഫറൻസ് ഓഫ് ടൈപ്പ് ഇൻ ആംപർസൻഡ്. അതായത് നമുക്കൊരിക്കലും ഒരു ടെമ്പററി വാല്യൂവിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റെഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റെഫറൻസ് ആയിട്ട് ഒരു ടെമ്പററി വാല്യൂ നമുക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ബേസിക്കലി എന്ത് ചെയ്താൽ ഒരു കോൺസ്റ്റ് ആഡ് ചെയ്താൽ മതി, ഈ റെഫറൻസ്. ഓക്കെ, ഇപ്പോൾ വാല്യൂ +10 എന്ന് പറയാൻ പറ്റില്ല, അസൈൻമെൻറ്റ് റീഡ് ഓൺലി റെഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് അതിനെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു അഡ്രസ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് ഒരു കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ വൺസ് സി ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 100 നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു കോൺസ്റ്റ് റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റ് വാല്യൂ പോലെ തന്നെയാണ് നമുക്ക് ഒരു റെഫറൻസിനെ കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടെമ്പററി വാല്യൂ അല്ലെങ്കിൽ ഒരു റെഫറൻസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട. അതായത് ഇപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റ് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാൽ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനെ മോഡിഫൈ ചെയ്യില്ല. അതായത് ഈ വാല്യൂവിന് ഒരിക്കലും ഇത് മോഡിഫൈ ചെയ്യില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺസ്റ്റ് റെഫറൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. റെഫറൻസും കോൺസ്റ്റ് റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റ് റെഫറൻസിൻ്റെ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് വാല്യൂവിനെ അതല്ലെങ്കിൽ റെഫറൻസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഉള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു എൽ വാല്യൂ റെഫറൻസ് ആയിരിക്കണം. ഓക്കെ, എൽ വാല്യൂ റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആയിരിക്കണം ബേസിക്കലി. അതിനൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എൽ വാല്യൂ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് നമ്മുടെ C++ൽ നമുക്ക് കുറേ എൽ വാല്യൂ ആർ വാല്യൂ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു സംഭവത്തിനാണെങ്കിൽ നമ്മൾ അതിനെ എൽ വാല്യൂ എന്ന് പറയും. ഓക്കെ, അത്ര ഇപ്പോൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ള ഒരു റെഫറൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, ഇപ്പോൾ എനിക്കിപ്പോൾ എന്താ ഇത് പാസ് ബൈ വാല്യൂ ആയിട്ട് പാസ് ചെയ്താൽ പോലെ ഇത്രയും ഡിഫിക്കൽട്ടായുള്ള സംഭവത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വെക്കണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫറൻസസ് യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വലിയൊരു ക്ലാസ് ഉണ്ട്. അതായത് നമുക്കൊരു
വലിയൊരു ഹ്യൂജ് ആയിട്ടൊരു സ്റ്റോറേജ് ക്ലാസ് ഉണ്ട്. അതിനെ നമുക്ക് ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം, കുറേ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് പാസ് ബൈ വാല്യൂ ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ CPU-ന് അത്രയും ലോഡാണ്. അതിൻ്റെ കോപ്പി ഉണ്ടാക്കിയതിന് ശേഷം അതിനെ ഓപ്പറേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ നമ്മളൊരു കോൺസ്റ്റ് റെഫറൻസോ റെഫറൻസ് ആയിട്ടോ പാസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബേസിക്കലി അവിടെ പാസ് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു സിമ്പിളി ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുന്നതിൽ ഇതിൻ്റെ കോപ്പി ഉണ്ടാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് CPU സൈഡിലാണ്. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ CPU ഓപ്പറേഷൻസ് വളരെ കുറവായിരിക്കും നമ്മൾ പാസ് ബൈ വാല്യൂ ചെയ്യാതെ പാസ് ബൈ റെഫറൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു പ്രോഗ്രാമാണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിന് വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മളൊരു എൻ്റർപ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെമ്മറി നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു CPU നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് പറയുന്നത് ഒരു റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിളി ഒരു മെമ്മറി അഡ്രസ്സ് 8 ബിറ്റ് ആണെങ്കിൽ 8 ബൈറ്റ് ആണെങ്കിൽ നമുക്ക് അത് മാത്രമേ പാസ് ചെയ്യേണ്ടി വരുള്ളൂ. എത്ര വലിയ ബിഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, അതിൻ്റെ ഫുൾ കോപ്പി ചെയ്യേണ്ട വരില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക്കലി ഉള്ളൊരു യൂസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റെഫറൻസ് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.